സ്വന്തം ഹൃദയമിടിപ്പ് പോലും കേൾക്കാൻ കഴിയാത്തത്ര ബഹളങ്ങൾക്കിടയിലാണോ നിങ്ങൾ? എങ്കിൽ പ്രിയ സുഹൃത്തേ, അല്പനേരമെല്ലാം മറന്നൊന്നിത് കേട്ടുനോക്കൂ. നമ്മളിന്ന് വാക്കുകളുടെ ഒരു വലിയ കാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എവിടെ നോക്കിയാലും ഒച്ചപ്പാടും തർക്കങ്ങളും മറുപടികളും. രാവിലെ കണ്ണു തുറക്കുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ തെളിയിക്കാനുള്ള പരക്കം പാച്ചിലാണ് നമ്മൾ. ഫോണിന്റെ സ്ക്രീനിലായാലും നേരിട്ടുള്ള സംസാരത്തിലായാലും ഈ ബഹളം നമ്മുടെ മനസ്സിനെ ഒരു വലിയ കടൽ ഇരമ്പം പോലെ അസ്വസ്ഥമാക്കുന്നു. ഈ കോലാഹലങ്ങൾക്കിടയിൽ നൂറ്റാണ്ടുകളായി ഒഴുകുന്ന വളരെ ശാന്തമായ ഒരു മന്ത്രമുണ്ട്: വാക്കുകൾ കൊണ്ട് തർക്കിക്കരുത്, മൗനം കൊണ്ട് ശത്രുവിനെ ശ്വാസം മുട്ടിക്കൂ എന്ന്. ഇതൊരു ചെറിയ കാര്യമായി നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇതിന്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറിമറയും. ബുദ്ധന്റെ മൗനം അതൊരിക്കലും പേടികൊണ്ടായിരുന്നില്ല, അത് തോറ്റുകൊടുക്കലുമല്ല. ഓരോ വാക്കും നമ്മുടെ ഉള്ളിലെ ഊർജ്ജം ചോർത്തിക്കളയുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. അനാവശ്യമായ സംസാരം മനസ്സിനെ തളർത്തും. ആളുകൾ പ്രകോപിപ്പിക്കുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ബുദ്ധൻ മൗനം പാലിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് വാക്കുകൾ കൊണ്ട് അർത്ഥമില്ലാത്ത ഒരിടത്തുനിന്നാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. ആ നിശബ്ദത കേൾക്കുന്നവനെ ചിന്തിപ്പിച്ചു. ചിന്ത തുടങ്ങുന്നിടത്താണ് മാറ്റം തുടങ്ങുന്നത്. ഇന്ന് മനഃശാസ്ത്രവും ബുദ്ധന്റെ ഈ വഴിയെ ശരിവെക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറ് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്: ഒന്ന് പ്രതികരണം, റിയാക്ഷൻ; രണ്ട് ബോധം, അവയർനെസ്. നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴോ തർക്കിക്കുമ്പോഴോ തലച്ചോറ് വെറും റിയാക്ഷൻ മോഡിലാണ്. അവിടെ ശരിയോ തെറ്റോ ഇല്ല, നമ്മളെത്തന്നെ ന്യായീകരിക്കാനുള്ള ഒരു വെപ്രാളം മാത്രമേയുള്ളൂ. എന്നാൽ നമ്മളൊന്ന് മിണ്ടാതിരിക്കുമ്പോൾ, ആ പ്രതികരണം ഒന്ന് വൈകിപ്പിക്കുമ്പോൾ, നമ്മുടെ തലച്ചോറിലെ ചിന്തിക്കുന്ന ഭാഗം ഉണരും. അവിടെയാണ് യഥാർത്ഥ കരുത്ത് ജനിക്കുന്നത്. നമുക്ക് പലപ്പോഴും മൗനത്തെ പേടിയാണ്. ഞാൻ മിണ്ടാതിരുന്നാൽ ആളുകൾ എന്നെ തോൽപ്പിക്കില്ലേ? ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ദുർബലനാണെന്ന് അവർ കരുതില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഭയം. എന്നാൽ സത്യം നേരെ തിരിച്ചാണ്. എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പോകുന്നവൻ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് അടിമയായി മാറും. മറ്റുള്ളവർ അംഗീകരിച്ചാൽ മാത്രം സന്തോഷിക്കുന്ന ഒരാളായി അവൻ മാറും. എന്നാൽ മൗനം ശീലിച്ചവൻ തന്റെ ഉള്ളിൽ ഒരു ഉറച്ച പാറ പോലെ നിൽക്കാൻ പഠിക്കും. അവന് മറ്റുള്ളവരുടെ മുന്നിലൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധൻ ആ ഒരുറപ്പിന്റെ വലിയ ഉദാഹരണമായിരുന്നു. അപമാനിക്കപ്പെടുമ്പോഴും അദ്ദേഹം ശാന്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മൗനം എതിരാളികളെ വല്ലാതെ അസ്വസ്ഥരാക്കി. അവർ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ നോക്കുമ്പോൾ പകരം കിട്ടുന്നത് പ്രശാന്തമായ ഒരു പുഞ്ചിരി മാത്രം. നിങ്ങളൊന്ന് പ്രതികരിക്കാതിരുന്നാൽ മറുപുറത്തുള്ളവൻ തന്റെ വാക്കുകൾ തന്നെ കേട്ടുതുടങ്ങും. ഞാൻ എന്തിനാണ് ഇത്രയധികം സംസാരിക്കുന്നത് എന്ന് അവൻ സ്വയം ചോദിച്ചു തുടങ്ങും. ഓഫീസിലായാലും കുടുംബത്തിലായാലും എല്ലാത്തിനും ഉടൻ മറുപടി നൽകുന്നവനാണ് ആദ്യം തളർന്നു പോകുന്നത്. ഓരോ കുറ്റപ്പെടുത്തലിനും വിശദീകരണം നൽകാൻ നിൽക്കുന്നവൻ അറിയാതെ തന്നെ സ്വന്തം വില കുറയ്ക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തേ, വാക്കുകൾ കൊണ്ട് ലോകത്തെ ജയിക്കാൻ നോക്കുന്നതിനേക്കാൾ വലിയ വിജയമാണ് മൗനം കൊണ്ട് മനസ്സിനെ ജയിക്കുന്നത്. ഇന്നു മുതൽ അല്പം മൗനം ശീലിച്ചു നോക്കൂ. ആ ശാന്തി നിങ്ങളെ പുതിയൊരാളാക്കും. ജീവിതത്തിലെ ഓരോ നിസ്സാര കാര്യത്തിനും തർക്കിച്ചു ജയിക്കാൻ നമ്മൾ ഓടുമ്പോൾ തോറ്റുപോകാറുള്ളത് നമ്മുടെ മനസ്സിന്റെ ശാന്തിയാണെന്ന് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സങ്കടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും ആവർത്തിച്ച് വിശദീകരണങ്ങൾ നൽകാൻ ശ്രമിക്കുന്നത് നിങ്ങളിലെ ആത്മവിശ്വാസമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പേടിയാണെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. എന്നാൽ പ്രിയ സുഹൃത്തേ, മൗനം അങ്ങനെയല്ല. ഒരു വാക്കുപോലും ഉരിയാടാതെ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഒരു കാവൽക്കാരനെപ്പോലെ അത് കാത്തുസൂക്ഷിക്കും. എപ്പോഴും മിണ്ടാതിരിക്കണമെന്നല്ല ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത്, മറിച്ച് സംസാരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശരിയായ സമയത്ത് സ്നേഹത്തോടെയും കരുണയോടെയും പറയുന്ന വാക്കുകൾക്ക് മാത്രമേ ജീവനുള്ളൂ. ബാക്കിയുള്ള നേരമത്രയും മൗനമായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിവേകം. ബുദ്ധന്റെ മൗനം ഇന്നും നമ്മെ ചിന്തിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ എത്രത്തോളം ധൃതിയിലാണ് പ്രതികരിക്കുന്നതെന്നും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾ എത്ര കുറച്ച് ശ്രമിക്കുന്നുവെന്നും ആ നിശബ്ദത നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ആധുനിക ശാസ്ത്രം പോലും ഈ മൗനത്തിന്റെ ശക്തിയെ വണങ്ങുന്നുണ്ട്. അല്പനേരത്തെ നിശബ്ദത നിങ്ങളുടെ തലച്ചോറിന് പുതിയ ജീവൻ നൽകുമെന്നും നിങ്ങളുടെ തീരുമാനങ്ങളെ തെളിച്ചമുള്ളതാക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. പുറത്തെ ബഹളങ്ങളൊന്നടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വയം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ തുടങ്ങുന്നതാണ്. ആ സുഖപ്പെടലാണ് ജീവിതത്തെ ശരിക്കും മാറ്റിമറിക്കുന്നത്. എങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. സംസാരിച്ചാൽ മാത്രമേ ലോകം നമ്മളെ ശ്രദ്ധിക്കൂ എന്ന് നമ്മൾ വെറുതെ വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതം വാക്കുകളിലല്ല, നിങ്ങളുടെ ബോധത്തിലാണെന്ന് ബുദ്ധൻ പറഞ്ഞു. നിശബ്ദത ശീലമാക്കിയവനെ തന്റെ ഉള്ളിലെ നിലയില്ലാത്ത ആഴങ്ങളിലേക്ക് നോക്കാൻ സാധിക്കൂ. അവിടെ നിങ്ങളെത്തന്നെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ ജീവിതം ഒരു പുതിയ പാഠപുസ്തകമായി മാറും. മൗനം എന്നത് ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങളെയും ആശങ്കകളെയും ധൈര്യത്തോടെ കെട്ടിപ്പിടിക്കലാണ്. നിങ്ങളെ സമാധാനിപ്പിച്ച് തലോടിയുറക്കാനല്ല ഞാൻ വന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഒന്ന് തട്ടിയുണർത്താനാണ്. നിങ്ങളുടെ മിക്കവാറും എല്ലാ മാനസിക തളർച്ചയും അനാവശ്യമായ വാക്കുകളിൽ നിന്നാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തെളിയിക്കാൻ നോക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ പുകയുന്നത്. മൗനം നിങ്ങളിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കുന്നില്ല, മറിച്ച് നിങ്ങളെത്തന്നെ ചേർത്തുപിടിക്കാനുള്ള വഴിയാണ് അത് കാട്ടിത്തരുന്നത്. ബുദ്ധന്റെ മൗനം സ്നേഹം നിറഞ്ഞതായിരുന്നു.
അതിൽ അഹങ്കാരമോ ദേഷ്യമോ ഭയമോ ഉണ്ടായിരുന്നില്ല. ആ മൗനം അത്രമേൽ ആഴമുള്ളതായിരുന്നു. അത് കേൾക്കുന്നവർക്ക് പോലും ഒരു ആശ്വാസമായിരുന്നു. വാളോ അധികാരമോ ബഹളങ്ങളോ ഇല്ലാതെ ബുദ്ധന് ലോകത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞതതുകൊണ്ടാണ്. കാരണം യഥാർത്ഥ ശക്തി എപ്പോഴും ശാന്തമായിരിക്കും. മൗനം എന്നാൽ വെറുതെ മിണ്ടാതിരിക്കുക എന്നല്ല. പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷമൊന്ന് നിന്നുകൊടുക്കാനും വാക്കുകൾക്ക് പിന്നിലെ നൊമ്പരങ്ങളെ കാണാനും മറ്റുള്ളവരേക്കാൾ മുൻപ് തന്നെത്തന്നെ സ്നേഹിക്കാനുമുള്ള അവസ്ഥയാണത്. അവിടെയാണ് നിങ്ങളുടെ മൗനം ഏത് അപമാനത്തെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുന്നത്. ഓരോ അപമാനത്തിനും വാക്കുകൾ കൊണ്ട് മറുപടി നൽകാൻ പോയാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ തടവുകാരനായി മാറും. അപമാനം വാക്കുകളിലല്ല, നിങ്ങളുടെ മനസ്സ് ആ വാക്കുകളെ മുറുക്കിപ്പിടിക്കുമ്പോഴാണ് അത് മുറിവേൽപ്പിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു കനൽ പോലെ കത്താൻ തുടങ്ങുന്നിടത്താണ് നമ്മൾ തോറ്റുപോകാറുള്ളത്. അതുകൊണ്ട് എന്റെ സുഹൃത്തേ, നിങ്ങളെ ആരെങ്കിലും സങ്കടപ്പെടുത്താൻ നോക്കുന്നുണ്ടോ? എങ്കിൽ അവരോട് തർക്കിക്കാൻ പോകരുത്. നിശബ്ദതയുടെ ആ വലിയ കരുത്തുകൊണ്ട് അവരുടെ അഹങ്കാരത്തെ നമുക്ക് നേരിടാം. നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ശബ്ദമുയരാം, പക്ഷേ വെറും സെക്കൻഡുകൾക്കുള്ളിൽ സ്നേഹവും ബഹുമാനവും സമാധാനവുമെല്ലാം ഒരു കനൽ പോലെ കത്തിയെരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപമാനിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് മറുപടി നൽകാൻ നമ്മൾ വെമ്പാറില്ലേ? അത് നമ്മുടെ ചിന്തയിൽ നിന്നല്ല സുഹൃത്തേ, മറിച്ച് നെഞ്ചിലെ പിടച്ചിലിൽ നിന്നാണ് വരുന്നത്. ആ നിമിഷം ഒന്നുകിൽ പോരാടാൻ അല്ലെങ്കിൽ ഓടിയൊളിക്കാനാണ് നമ്മുടെ മനസ്സ് വെമ്പുന്നത്. പക്ഷേ എല്ലാ പോരാട്ടങ്ങളും ജയിക്കാൻ വേണ്ടിയുള്ളതല്ലെന്ന് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചില യുദ്ധങ്ങൾ മൗനം കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയൂ. അപമാനത്തിന് വാക്കുകൾ കൊണ്ട് മറുപടി നൽകുമ്പോൾ തോറ്റുപോകാറുള്ളത് എപ്പോഴും സംസാരിക്കുന്നവനാണ്. വാക്കുകൾ നമ്മൾ മറ്റുള്ളവർക്ക് നേരെ എറിയുമെങ്കിലും അതിന്റെ വേദന അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളാണ്. പശ്ചാത്താപവും കുറ്റബോധവും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അകലവും ഇതൊക്കെയാണ് ആ വാക്കുകൾക്ക് നമ്മൾ നൽകേണ്ടിവരുന്ന വില. ഇതിനു വിപരീതമായി ആരെങ്കിലും മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾ ശാന്തമായി ഒന്ന് മൗനം പാലിച്ചു നിന്നു നോക്കൂ. ആ നിശബ്ദതയിൽ നിങ്ങളുടെ എതിരാളി പതുക്കെ തളർന്നുപോകും. നിങ്ങളുടെ പ്രതികരണം ലഭിക്കാതെ വരുമ്പോൾ അവരുടെ ദേഷ്യം അവിടെ അസ്തമിക്കും. ബുദ്ധന്റെ ജീവിതത്തിലെ ആ മനോഹരമായ കഥ ഓർമ്മയില്ലേ? തന്നെ അധിക്ഷേപിച്ചവനോട് അദ്ദേഹം ചോദിച്ചു, ഒരാൾ നിനക്കൊരു സമ്മാനം തന്നു, നീ അത് സ്വീകരിച്ചില്ലെങ്കിൽ ആ സമ്മാനം ആരുടേതാണ്? അത് തന്നവന്റേത് തന്നെയാണെന്ന് ആ മനുഷ്യനു പറയേണ്ടി വന്നു. അപ്പോൾ ബുദ്ധൻ പുഞ്ചിരിയോടെ പറഞ്ഞു, എന്നാൽ നീ തന്ന വാക്കുകൾ ഞാൻ സ്വീകരിക്കുന്നില്ല. സുഹൃത്തേ, ഇതാണ് മൗനത്തിന്റെ മനോഹാരിത. ഒരു തർക്കവുമില്ലാതെ വേദനകളെ അത് കൊടുത്തവന്റെ അടുത്തേക്ക് തന്നെ അത് തിരിച്ചയക്കുന്നു. ദേഷ്യത്തെ മെരുക്കുന്ന ഒരു മാന്ത്രിക വിദ്യ കൂടിയാണ് മൗനം. ദേഷ്യത്തിൽ പറഞ്ഞുപോകുന്ന ഒരു വാചകം മതിയാകും നമ്മുടെ ജീവിതകാലം മുഴുവൻ കണ്ണീർ കുടിക്കാൻ. എത്രയോ സുന്ദരമായ ബന്ധങ്ങളാണ് വെറും ഒരു നിമിഷത്തെ മൗനം പാലിക്കാൻ കഴിയാത്തതുകൊണ്ട് തകർന്നുപോയിട്ടുള്ളത്. ദേഷ്യത്തെ ദേഷ്യം കൊണ്ടല്ല, സ്നേഹം കലർന്ന ശാന്തി കൊണ്ടാണ് ജയിക്കേണ്ടത്. നമ്മളൊന്നും മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം ശാന്തമാകും, ഹൃദയം പതുക്കെ തുടിക്കും, മനസ്സ് വീണ്ടും തെളിമയുള്ളതാകും. ബന്ധങ്ങൾക്കിടയിൽ മൗനം ഒരു വന്മതിൽ പോലെയാണ്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും തർക്കങ്ങൾ തുടങ്ങുന്നത് വാക്കുകളിൽ നിന്നാണ്. ഒരാളൊന്നു പറയുമ്പോൾ മറ്റേയാൾ അതിന് മറുപടി നൽകുന്നു, പിന്നെ അത് തീരാത്ത വഴക്കായി മാറുന്നു. അവിടെ ആ സ്നേഹബന്ധം തകരാതെ കാക്കുന്നത് മൗനമാണ്. ശരിയായ സമയത്ത് മിണ്ടാതിരിക്കുന്നത് മറ്റൊരാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയാണെന്ന് ബുദ്ധൻ പറഞ്ഞു. എല്ലാ സത്യങ്ങളും എല്ലാ സമയത്തും വിളിച്ചു പറയേണ്ടതില്ലല്ലോ. കുറച്ച് സംസാരിക്കുന്നവരെ ലോകം കൂടുതൽ ആദരവോടെ കേൾക്കുന്നതെന്തുകൊണ്ടാണെന്നറിയാമോ? എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവന്റെ വാക്കുകൾക്ക് കാറ്റുപോലെ വില കുറഞ്ഞേക്കാം. എന്നാൽ ചിന്തിച്ചു മാത്രം സംസാരിക്കുന്നവന്റെ ഓരോ വാക്കിനും വലിയ ഭാരമുണ്ടാകും. ബുദ്ധൻ വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ, പക്ഷേ ആ വാക്കുകൾ നൂറ്റാണ്ടുകളോളം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. ബന്ധങ്ങളിൽ മൗനം പാലിക്കുന്നത് തോറ്റുകൊടുക്കലല്ല സുഹൃത്തേ, മറിച്ച് അതൊരു വലിയ വിവേകമാണ്. അഹങ്കാരം അവസാനിക്കുകയും സ്നേഹം തുടങ്ങുകയും ചെയ്യുന്ന ഇടമാണ് മൗനം. മഹാനായ കാൾ ജംഗ് പറഞ്ഞതുപോലെ, സ്വന്തം ഉള്ളിലെ ബഹളങ്ങളെ അടക്കാൻ പഠിക്കുന്നവനെ ലോകത്തെ നന്നായി മനസ്സിലാക്കാൻ കഴിയൂ. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മനോഹരമാകും. മൗനമെന്നത് ഒരു ബലഹീനതയല്ല, അത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൂടെ നിർത്താനുള്ള വലിയൊരു ശക്തിയാണ്. ആ മൗനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തതയും സമാധാനവും നിറയ്ക്കുന്നത്. ഇതുവരെ നമ്മൾ മൗനത്തിന്റെ ശക്തിയെ അപമാനങ്ങളിലും ദേഷ്യത്തിലും ബന്ധങ്ങളിലും എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടു. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. നമ്മുടെ തീരുമാനങ്ങളെയും സ്വപ്നങ്ങളെയും വിജയങ്ങളെയും ഈ മൗനം എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മനസ്സ് ശാന്തമാകാൻ പഠിക്കുമ്പോൾ അത് വെറും ബഹളങ്ങളിൽ നിന്ന് മാത്രമല്ല സുഹൃത്തേ, ലക്ഷ്യമില്ലാത്ത അലച്ചിലുകളിൽ നിന്നും മോചനം നേടുന്നു. മൗനത്തിന്റെ ഈ മാന്ത്രികത നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അത് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ ലോകം കാണാൻ തുടങ്ങും. എല്ലാവരും സംസാരിക്കാൻ മത്സരിക്കുന്ന ഈ കാലത്ത് ഒന്നും മിണ്ടാതിരിക്കാൻ കഴിയുന്നവർ പതുക്കെ പതുക്കെ ഒരു അത്ഭുതമായി മാറും. ഓഫീസിലെ കാര്യം തന്നെ എടുക്കൂ. മീറ്റിംഗുകളിൽ ചിലർ എല്ലാ കാര്യത്തിലും ഇടപെടും, എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. തുടക്കത്തിൽ അവർ മിടുക്കരാണെന്ന് തോന്നുമെങ്കിലും പതുക്കെ അവരുടെ വാക്കുകൾക്ക് കാറ്റിന്റെ വില പോലും ഇല്ലാതാകും.
എന്നാൽ ഇതിനിടയിൽ എല്ലാം ശ്രദ്ധിച്ചു കേട്ട് അനാവശ്യമായി സംസാരിക്കാതെ നിൽക്കുന്ന ഒരാളുണ്ടാകും. അദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ അതിന് വജ്രത്തിന്റെ തിളക്കമുണ്ടാകും. മനഃശാസ്ത്രം പറയുന്ന ഒരു സത്യമുണ്ട്: ലോകമെപ്പോഴും കാതോർക്കുന്നത് അളന്നുകുറിച്ച് സംസാരിക്കുന്നവർക്കു വേണ്ടിയാണ്. വാക്കുകൾ മുത്തുകൾ പോലെ കരുതലോടെ ഉപയോഗിക്കുന്ന ഒരാളെ ആദരിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. അവിടെ മൗനം നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കീഴടക്കി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സമൂഹത്തിലും ഇതുതന്നെയാണ് സത്യം. തന്നെത്തന്നെ തെളിയിക്കാൻ ഓട്ടി നടന്നു തർക്കിക്കുന്നവരെ ലോകം പതുക്കെ അവഗണിക്കും. എന്നാൽ അപമാനിക്കുമ്പോഴും പുഞ്ചിരിയോടെ മൗനം പാലിക്കുന്നവനെ ലോകം അത്ഭുതത്തോടെ നോക്കും. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇയാൾ എന്താണ് ഒന്നും മിണ്ടാത്തത് എന്ന ആ ചോദ്യം പതുക്കെ ആദരവായി മാറും. മനുഷ്യൻ എപ്പോഴും നിഗൂഢമായ ശക്തികളെ ഭയത്തോടും ഭക്തിയോടും കൂടി നോക്കാറുണ്ട്. മൗനം അത്തരമൊരു ശക്തിയാണ്. നിങ്ങൾ മൗനമായിരിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളി ഭയപ്പെടും. ഇയാൾ എന്നെക്കാൾ ദൂരത്തേക്ക് ചിന്തിക്കുന്നുണ്ടോ എന്നവർ ആശങ്കപ്പെടും. ഈ നിശബ്ദത നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് തെളിച്ചം നൽകും. പുറത്തെ ശബ്ദങ്ങൾ അടങ്ങുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിലെ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂ. ശരിയായ തീരുമാനങ്ങൾ വരുന്നത് ആ ആഴങ്ങളിൽ നിന്നാണ്. ശാസ്ത്രം പറയുന്നത് മൗനം നമ്മുടെ തലച്ചോറിന് നൽകുന്ന വിശ്രമം മറ്റൊന്നിനും നൽകാൻ കഴിയില്ലെന്നാണ്. നിരന്തരം സംസാരിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ വല്ലാതെ തളരുന്നു. എന്നാൽ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ തലച്ചോർ സ്വയം ക്രമീകരിക്കപ്പെടുകയും ഏകാഗ്രത കൂടുകയും ചെയ്യുന്നു. അനാവശ്യ ചിന്തകളും ഉത്കണ്ഠകളും ഒഴിഞ്ഞു പോകാത്തത് മനസ്സിന് വിശ്രമം നൽകാത്തതുകൊണ്ടാണ്. ചിന്തകൾക്കുമേൽ ചിന്തകൾ വന്നു നിറയുമ്പോൾ നിങ്ങൾ തളർന്നുപോകും. അവിടെ മൗനം ഒരു കാവൽക്കാരനെപ്പോലെ വന്ന് ആ തിരക്കിനെ ശാന്തമാക്കും. നിങ്ങൾ ഓരോ ചിന്തയെയും മുറുകെ പിടിക്കുന്നതിന് പകരം അവ വരികയും പോകുകയും ചെയ്യുന്നത് ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ പഠിക്കും. ആ കാഴ്ചയാണ് നിങ്ങളുടെ ആശങ്കകളെ ഇല്ലാതാക്കുന്നത്. മൗനമെന്നാൽ വെറുതെ മിണ്ടാതിരിക്കുക എന്നല്ല സുഹൃത്തേ, അതൊരു വലിയ ഉണർവാണ്. മൗനത്തിന്റെ ആ ശാന്തതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും തൊട്ടറിയാം. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ നിശബ്ദതയിലാണുള്ളത്. വാക്കുകളും മൗനവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. വാക്കുകൾ വെറും പ്രതികരണങ്ങളാണ്, അവ പലപ്പോഴും മുറിവേൽപ്പിക്കും. എന്നാൽ മൗനം ഒരുത്തരമാണ്, അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സംസാരിക്കുന്നവൻ തന്റെ ഊർജ്ജം നഷ്ടപ്പെടുത്തുമ്പോൾ മൗനമായിരിക്കുന്നവൻ തന്റെ കരുത്ത് സ്വരുക്കൂട്ടുകയാണ്. അതുകൊണ്ടാണ് തർക്കങ്ങളിൽ അധികം സംസാരിക്കുന്നവൻ തോൽക്കുന്നതും ശാന്തനായിരിക്കുന്നവൻ ജയിക്കുന്നതും. ഈ വിജയം മറ്റൊരാൾക്കു മേലല്ല, നിങ്ങളുടെ സ്വന്തം മനസ്സിന്മേലാണ്. സ്വന്തം മനസ്സിനെ ജയിച്ചവന് ഈ ലോകത്തോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമേയില്ല. മൗനം സത്യത്തിലേക്കുള്ള വാതിലാണെന്ന് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ അഹങ്കാരം വാക്കുകളിലാണ് വിശ്രമിക്കുന്നത്. അതിനെപ്പോഴും വലിയ കാര്യങ്ങൾ പറയണം. എന്നാൽ മൗനം അഹങ്കാരത്തെ പട്ടിണിക്കിടുന്നു. നിങ്ങൾ മൗനമാകുമ്പോൾ നിങ്ങളുടെ അഹങ്കാരം പതുക്കെ ഇല്ലാതാകുന്നു. അഹങ്കാരമില്ലാത്ത ഹൃദയമാണ് ഏറ്റവും സ്വതന്ത്രമായ ഇടം. എല്ലാത്തിനും മറുപടി നൽകണം എന്ന ആ നിർബന്ധ ബുദ്ധിയിൽ നിന്നുള്ള മോചനമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഐൻസ്റ്റീനെപ്പോലുള്ള മഹാപ്രതിഭകൾക്ക് ലോകം മാറ്റിയ ചിന്തകൾ ലഭിച്ചത് ബഹളങ്ങൾക്കിടയിലല്ല, മൗനത്തിന്റെ ആഴങ്ങളിലാണ്. കാൾ ജംഗ് പറഞ്ഞതുപോലെ, മൗനത്തിൽ തന്നെത്തന്നെ സ്നേഹിക്കാൻ പഠിച്ചവന് പിന്നീട് ലോകത്തിന്റെ അംഗീകാരങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കേണ്ടി വരില്ല. ബുദ്ധൻ പറഞ്ഞ ആ വലിയ സത്യം ഇന്നും നമുക്ക് ചുറ്റും മുഴങ്ങുന്നുണ്ട്. ശാന്തമായി മൗനത്തിലിരിക്കൂ, നിനക്കുള്ള എല്ലാ ഉത്തരങ്ങളും അവിടെ ലഭിക്കും. മൗനം നമ്മെ സത്യത്തിന്റെ കൈകൾ പിടിച്ച് നടത്തുന്നു. കാരണം മൗനത്തിന്റെ ആ തണുപ്പിലിരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ നുണ പറയാൻ കഴിയില്ല. അവിടെ കാപട്യങ്ങൾ പടിക്കു പുറത്താണ്. നമ്മുടെ അഹങ്കാരം പതുക്കെ അലിഞ്ഞില്ലാതാകുകയും മനസ്സ് എല്ലാ പിടച്ചിലുകളിൽ നിന്നും സ്വതന്ത്രമായി ചിറകുവിടർത്തുകയും ചെയ്യും. മൗനം ഒരു അത്ഭുത ശക്തിയാണ്. പക്ഷേ സുഹൃത്തെ, മൗനമെന്നാൽ എല്ലാ സാഹചര്യത്തിലും മിണ്ടാതിരിക്കുക എന്നല്ല, അന്ധമായി വായടച്ചിരിക്കാനല്ല ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത്. മറിച്ച് വാക്കുകളെയും നിശബ്ദതയെയും തുലനാവസ്ഥയിൽ കൊണ്ടുപോകാനാണ്. മൗനം വിവേകത്തോടെ കൂട്ടുചേരുമ്പോഴാണ് അതൊരു കരുത്താകുന്നത്. എന്നാൽ ആരെങ്കിലും മുറിവേൽപ്പിക്കുമ്പോൾ ഭയം കൊണ്ട് മിണ്ടാതിരിക്കുന്നത് ശക്തിയല്ല, മറിച്ച് അതൊരു വിങ്ങലായി മാറും. സത്യം പറയേണ്ടിടത്ത് തർക്കങ്ങളെ പേടിച്ച് നിങ്ങൾ മിണ്ടാതിരുന്നാൽ ആ വേദന ഉള്ളിൽ ഒരു വലിയ മുറിവായി മാറും. അതുകൊണ്ട് അഹങ്കാരം സംസാരിക്കാൻ വെമ്പുമ്പോൾ മൗനം തിരഞ്ഞെടുക്കുക. എന്നാൽ സ്നേഹത്തിനും നീതിക്കും വേണ്ടി സംസാരിക്കേണ്ടിടത്ത് ആ കരുണയോടെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി ഈ മൗനത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാമെന്ന് നോക്കാം. ബുദ്ധൻ ഓർമ്മിപ്പിച്ചതുപോലെ വെറുതെ കേട്ടതുകൊണ്ട് മാത്രം മാറ്റമുണ്ടാകില്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ദിവസവും അല്പം സമയം സ്വന്തം ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തനിയെയിരിക്കുക. ഫോണോ മറ്റ് ബഹളങ്ങളോ അവിടെ ഉണ്ടാകരുത്. തുടക്കത്തിൽ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും, സമയം വെറുതെ കളയുകയാണെന്ന് തോന്നും. എന്നാൽ ഓർക്കുക, വർഷങ്ങളായി ശബ്ദങ്ങൾക്കിടയിൽ ജീവിച്ച നിങ്ങളുടെ മനസ്സ് ശാന്തതയിലേക്ക് മടങ്ങാൻ അല്പം സമയം ചോദിക്കുകയാണ്. കുറച്ചു ദിവസത്തെ ശീലം കൊണ്ട് ആ അസ്വസ്ഥതകൾ മാറി മനസ്സ് തെളിഞ്ഞ പുഴ പോലെ ശാന്തമാകും. മറ്റൊരു ചെറിയ വിദ്യ, പ്രതികരിക്കുന്നതിനു മുൻപ് ഒന്ന് നിന്നുകൊടുക്കുക എന്നതാണ്. പലപ്പോഴും നമ്മുടെ പ്രതികരണം മിന്നൽ പോലെ വേഗത്തിലും നമ്മുടെ വിവേകം ആമയെപ്പോലെ സാവധാനത്തിലുമാകുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. 2 ശ്വാസങ്ങൾക്കിടയിലുള്ള ആ ഒരു ചെറിയ നിമിഷത്തെ മൗനം മതി നിങ്ങളുടെ ജീവിതം മാറ്റാൻ. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാൻ നോക്കുമ്പോൾ ഉടൻ മറുപടി നൽകാതെ അല്പമൊന്നു നിന്നു നോക്കൂ.
ആ ചെറിയ ഇടവേള നിങ്ങളെ വികാരങ്ങളുടെ തടവുകാരനാക്കുന്നതിനു പകരം സ്വന്തം വാക്കുകളുടെ ഉടമയാക്കും. സംസാരിക്കുന്നതിനു മുൻപ് ഈ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക. ഞാൻ പറയുന്നത് സത്യമാണോ? ഇത് അത്യാവശ്യമാണോ? ഇതിൽ അല്പമെങ്കിലും കരുണയുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ വാക്കുകൾ ഉള്ളിൽ തന്നെ വയ്ക്കുന്നതാണ് ഏറ്റവും സുന്ദരം. ഇത് നിങ്ങളെ മാനസികമായി കൂടുതൽ പക്വതയുള്ളവരാക്കും. ഇത് ശരിക്കും അനുഭവിച്ചറിയാൻ നമുക്കൊരു കൊച്ചു പരീക്ഷണം നടത്തി നോക്കാം. 7 ദിവസത്തെ മൗനയാത്ര. ആദ്യ ദിവസം നിങ്ങളൊന്നും സംസാരിക്കാതെ മറ്റുള്ളവരെ കേൾക്കാൻ മാത്രം ശ്രദ്ധിക്കുക. അന്ന് നമ്മുടെ അഹങ്കാരം എത്രത്തോളം സംസാരിക്കാൻ വെമ്പുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. 2ാം ദിവസം പെട്ടെന്നുള്ള മറുപടികൾ ഒഴിവാക്കാം. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ലെന്ന് അന്ന് നമ്മൾ പഠിക്കും. 3ാം ദിവസം പരാതികൾ പറയുന്നത് ഒന്ന് നിർത്തി നോക്കൂ. പരാതികൾ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പരിഹാരങ്ങൾ തേടിത്തുടങ്ങും. 4ാം ദിവസം ആരെങ്കിലും അപമാനിക്കാൻ വന്നാൽ പുഞ്ചിരിയോടെ മൗനമായിരിക്കുക. അഹങ്കാരം വല്ലാതെ പൊരുതുന്ന ദിവസമായിരിക്കും ഇത്, പക്ഷെ അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. 5ാം ദിവസം ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുക. ആ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ കരുത്താർജിക്കും. 6ാം ദിവസം നിങ്ങളുടെ ഉള്ളിലേക്ക് മാത്രം നോക്കുക. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ നാം കാണുന്നത്, അനാവശ്യമായി ചിന്തിച്ചുകൂട്ടുന്ന ആ ശീലം. വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് വേവലാതിപ്പെട്ട് ഇന്നിന്റെ ഭംഗി കളയുന്നത് ബുദ്ധിയല്ല. ഈ വേണ്ടാത്ത ചിന്തകളെ ഒഴുക്കിക്കളയാൻ മൗനത്തിന് മാത്രമേ കഴിയൂ. നമ്മെ സുരക്ഷിതരാക്കാൻ വേണ്ടിയാണ് തലച്ചോർ വല്ലാതെ ചിന്തിച്ചുകൂട്ടുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ സത്യത്തിൽ ആ ചിന്തകൾ നമ്മളെ ഒരു കൂട്ടിലെന്ന പോലെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. ബുദ്ധൻ പറഞ്ഞ ആ വാക്കുകൾ എത്രയോ സത്യമാണ്. ഭാവിയെക്കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിക്കുന്ന മനസ്സ് വർത്തമാനകാലത്തിന്റെ ഭംഗി അറിയാതെ മരിച്ചുപോകുന്നു. വരാനിരിക്കുന്ന പരാജയങ്ങളെയും സങ്കടങ്ങളെയും കുറിച്ചുള്ള പേടികളൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും നമ്മുടെ മനസ്സ് അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് ഇന്ന് തന്നെ വേദനിക്കാൻ തുടങ്ങുന്നു. മനഃശാസ്ത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. ഓവർ തിങ്കിംഗ് എന്ന വലിയ ഭാരത്തിന് പിന്നിൽ എങ്കിലോ എന്ന ഒരു ചെറിയ ചോദ്യമാണ് ഒളിഞ്ഞിരിക്കുന്നത്. എനിക്ക് പരാജയം സംഭവിച്ചാലോ? ആളുകൾ എന്നെ പരിഹസിച്ചാലോ? ഈ ചോദ്യങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല. കാരണം ഇവ നമ്മുടെ സങ്കടങ്ങൾ തീർക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ പേടി നിറയ്ക്കാനാണ് മനസ്സ് ചോദിക്കുന്നത്. ഇവിടെയാണ് ബുദ്ധന്റെ വാക്കുകൾ നമുക്ക് പ്രകാശമാകുന്നത്. ചോദ്യങ്ങൾ മാറ്റിയാൽ മനസ്സ് മാറും എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഞാൻ തോറ്റുപോയാലോ എന്നതിനു പകരം ഞാൻ വിജയിച്ചു തുടങ്ങിയാലോ എന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ തലച്ചോർ പുതിയൊരു ഊർജ്ജത്തോടെ ചിന്തിക്കാൻ തുടങ്ങും. മനസ്സിനെ വെറുതെ വിടാതിരിക്കുക എന്നതാണ് ഇതിനുള്ള മറ്റൊരു വഴി. ഒന്നിനും ദിശയില്ലാതെ ഇരിക്കുമ്പോൾ മനസ്സ് പഴയ മുറിവുകളിലേക്കും ഭയങ്ങളിലേക്കും ഓടിപ്പോകും. മനസ്സിനെ വെറുതെ വിടുകയല്ല, മറിച്ച് സ്നേഹത്തോടെ അതിനെ നിരീക്ഷിക്കാനാണ് ബുദ്ധൻ പറഞ്ഞത്. ഒരു കൊച്ചു ലക്ഷ്യത്തോടെ ഓരോ പകലും തുടങ്ങുക. അപ്പോൾ അനാവശ്യ ചിന്തകളുടെ ലോകത്തുനിന്ന് മനസ്സ് പതിയെ പുറത്തുവരും. എന്റെ സുഹൃത്തേ, നിന്റെ മനസ്സ് ബലഹീനമല്ല, നിന്റെ ചില ശീലങ്ങളാണ് നിന്നെ തളർത്തുന്നത്. ഇന്ന് നമ്മൾ തോൽക്കുന്നത് മൊബൈൽ ഫോണിനോടല്ല, മറിച്ച് ഒറ്റപ്പെടുമ്പോഴും ബോറടിക്കുമ്പോഴും അതിലേക്ക് ഓടിപ്പോകുന്ന നമ്മുടെ ശീലത്തോടാണ്. ആ ഒരു നിമിഷത്തെ ആശ്വാസത്തിന് ശേഷം വലിയൊരു ശൂന്യതയാണ് നമ്മെ കാത്തിരിക്കുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശീലങ്ങൾ മാറ്റാൻ കടുപ്പമേറിയ നിയമങ്ങൾ വേണ്ട, ചെറിയ ചില അതിരുകൾ മതി. എല്ലാ നോട്ടിഫിക്കേഷനുകളും നമുക്കുവേണ്ടിയുള്ളതല്ല എന്ന് മനസ്സിനോട് പറയുക. അപ്പോൾ മനസ്സ് വീണ്ടും സ്വതന്ത്രമായി ശ്വസിക്കാൻ തുടങ്ങും. ഓരോ പ്രഭാതത്തിലെയും ആദ്യ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആ സമയം ശാന്തമാണെങ്കിൽ നിന്റെ ദിവസം മുഴുവൻ നിലാവുപോലെ തെളിമയുള്ളതാകും. മൗനത്തിൽ മനസ്സ് സ്വന്തം ഹൃദയമിടിപ്പ് കേൾക്കുന്നുവെന്ന് ബുദ്ധൻ പറഞ്ഞു. ഇന്ന് നമ്മൾ മൗനത്തെ പേടിക്കുന്നത് അവിടെ നമ്മുടെ സത്യങ്ങൾ നമ്മളെ തുറച്ചുനോക്കുന്നതുകൊണ്ടാണ്. എങ്കിലും ദിവസവും അല്പനേരം നിശബ്ദനായിരിക്കുക. അത് നിന്റെ തലച്ചോറിന് നൽകുന്ന വലിയൊരു വിശ്രമമാണ്. നിന്റെ ഉള്ളിലെ ഭാരങ്ങളെ ഒരു കടലാസിലേക്ക് പകർത്തിവെക്കൂ. ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് വേദനയാണ്, എന്നാൽ അത് പുറത്തെഴുതുമ്പോൾ നിന്റെ മനസ്സ് തൂവൽ പോലെ ലഘുവാകും. പതുക്കെ പതുക്കെ നിന്റെ മനസ്സ് മാറാൻ തുടങ്ങും. അത് വെറുതെ പ്രതികരണമല്ല, സ്നേഹത്തോടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങും. നീ ദുർബലനാണെന്ന തോന്നലുകൾ പതുക്കെ മായും. മാറ്റം വരുന്നത് വലിയ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴല്ല, മറിച്ച് നിന്റെ വികാരങ്ങളെ നീ തന്നെ സ്നേഹത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ്. ദേഷ്യം വരുമ്പോൾ അതിനെ എതിർക്കാതെ വെറുതെ ഒന്ന് നോക്കൂ. പേടി തോന്നുമ്പോൾ ഓടിപ്പോകാതെ അതൊന്ന് അനുഭവിച്ചു നോക്കൂ. എപ്പോഴാണോ നീ നിന്റെ മനസ്സിനെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ നീ ആ വേദനകളിൽ നിന്ന് സ്വതന്ത്രനാകുന്നു എന്ന് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെയ്യുന്ന ഓരോ കൊച്ചുകാര്യത്തിൽ പൂർണ്ണമായി മുഴുകുക. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി അറിയുക. നടക്കുമ്പോൾ കാറ്റിന്റെ തലോടൽ അറിയുക. ഈ സാന്നിധ്യം നിന്റെ തലച്ചോറിന് പുതിയൊരു കരുത്ത് നൽകും. തളർച്ചയും ആശയക്കുഴപ്പവും പതുക്കെ മാഞ്ഞുപോകും. എല്ലാ ചിന്തകളും സത്യമല്ലെന്നും ചിലതൊക്കെ വെറും കാറ്റുപോലെ വന്നുപോകുന്ന ശബ്ദങ്ങൾ മാത്രമാണെന്നും നീ തിരിച്ചറിയും. ഭയം നിന്നെ വിട്ടുപോകില്ലായിരിക്കാം, പക്ഷേ അത് നിന്നെ ഭരിക്കില്ല. മനസ്സ് ഭാവിയിലേക്ക് പായുമ്പോൾ പേടിയുണ്ടാകുന്നു, എന്നാൽ വർത്തമാനകാലത്ത് ഉറച്ചു നിൽക്കുമ്പോൾ ധൈര്യം ജനിക്കുന്നു. ആത്മവിശ്വാസം എന്നത് നിന്റെ മനസ്സിനെ നീ തന്നെ സ്നേഹത്തോടെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതാണ്. സ്വന്തം മനസ്സിനുമേൽ ചെറിയൊരു നിയന്ത്രണമെങ്കിലും നേടിയെടുക്കാൻ കഴിയുന്ന നിമിഷം നിങ്ങൾ നിങ്ങളെത്തന്നെ വിശ്വസിച്ചു തുടങ്ങും. അന്ന് മുതൽ ജീവിതത്തിന് ഒരു പ്രത്യേക ലാഘവം തോന്നും. കാരണം നിങ്ങളുടെ മനസ്സ് പിന്നെ ആരോടും തർക്കിക്കാനോ പൊരുതാനോ നിൽക്കില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തെളിയിക്കണമെന്ന വാശിയോ എല്ലാ ചിന്തകളിലും ജയിക്കണമെന്ന ശാഠ്യമോ അന്നില്ലാതാകും.
ആ ശാന്തതയിൽ നിന്നാണ് ഹൃദയത്തിൽ എന്നും തങ്ങിനിൽക്കുന്ന സുന്ദരമായ വാക്കുകൾ ജനിക്കുന്നത്. മനസ്സിനെ ജയിച്ചവൻ ജീവിതം ജയിച്ചു എന്നത് വെറുമൊരു വാക്കല്ല സുഹൃത്തേ, അതൊരു വലിയ സത്യമാണ്. സ്വന്തം ചിന്തകളെ നയിക്കാൻ പഠിച്ചവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തെ ഒരു സാഹചര്യത്തിനും കഴിയില്ല. ഏകാഗ്രത എന്നത് ആർക്കും ജനിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, അതൊരു സുന്ദരമായ അഭ്യാസമാണ്. വ്യായാമത്തിലൂടെ നമ്മൾ ശരീരം കരുത്തുള്ളതാക്കുന്നതുപോലെ ഓരോ നിമിഷവും കാണിക്കുന്ന ജാഗ്രതയിലൂടെയാണ് നമ്മുടെ ശ്രദ്ധ വളരുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞർ പോലും പറഞ്ഞിട്ടുണ്ട്, ശാന്തമായ മനസ്സാണ് ഏറ്റവും വേഗത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന്. നമ്മുടെ തലച്ചോർ ഏറ്റവും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ ശാന്തമായിരിക്കുമ്പോഴാണ്. തിരമാലകൾ അടങ്ങാത്ത പുഴ പോലെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പതുക്കെയൊന്ന് നിർത്തി നോക്കൂ. ആ നിൽക്കാൻ പഠിക്കുന്നിടത്താണ് നിങ്ങളുടെ യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത്. ഈ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം നിറയ്ക്കും. അപ്പോൾ മനസ്സിനെ സ്നേഹത്തോടെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക. ഇന്നത്തെ ഈ തിരക്കുപിടിച്ച ലോകത്ത് ഒരേ സമയം എല്ലാം ചെയ്തു തീർക്കാൻ നമ്മൾ ഓടുകയാണ്. ജോലി ചെയ്യുമ്പോൾ ഫോൺ നോക്കുന്നു, പഠിക്കുമ്പോൾ നാളെയെക്കുറിച്ച് വേവലാതിപ്പെടുന്നു. എന്നാൽ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിനെ തളർത്തുകയുള്ളൂ എന്ന് മനഃശാസ്ത്രം പറയുന്നു. ബുദ്ധൻ ഇതിനെ പൂർണ്ണമായ സാന്നിധ്യം എന്ന് വിളിച്ചു. നിങ്ങൾ എന്തു ചെയ്യുന്നോ അതിൽ മാത്രം നിങ്ങളുടെ ഹൃദയം വയ്ക്കുക. നടക്കുകയാണെങ്കിൽ ആ നടത്തം ആസ്വദിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി അറിയുക. ശ്വസിക്കുമ്പോൾ ആ ശ്വാസത്തെ സ്നേഹത്തോടെ അനുഭവിക്കുക. ഇതാണ് മനസ്സിനെ മെരുക്കാനുള്ള ഏറ്റവും വലിയ വഴി. നമ്മുടെ ഉള്ളിലെ സമാധാനത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മുടെ ശ്വാസമാണ്. നിർത്താതെ നമുക്കൊപ്പം നടന്നിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ആ ശ്വാസം. ബുദ്ധൻ പറഞ്ഞത് ശ്വാസം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ നിങ്ങളുടെ ശ്വാസം വല്ലാതെ കിതയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ശാന്തമാകുമ്പോൾ ശ്വാസം ഒരു താരാട്ടുപാട്ടുപോലെ പതുക്കെയാകും. അതുകൊണ്ട് ശ്വാസത്തെ നമുക്ക് മനസ്സിന്റെ റിമോട്ട് കൺട്രോൾ എന്ന് വിളിക്കാം. നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ തലച്ചോറിലെ സമാധാനത്തിന്റെ വാതിലുകൾ തനിയെ തുറക്കപ്പെടും. ഇതിന് കഠിനമായ മന്ത്രങ്ങളോ അഭ്യാസങ്ങളോ ഒന്നും വേണ്ട സുഹൃത്തേ. ദിവസവും വെറും 3 മിനിറ്റ് ശാന്തമായിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് അറിയുക, അത് പുറത്തേക്ക് വരുന്നത് അനുഭവിക്കുക. അതിനെ മാറ്റാനോ തടയാനോ ശ്രമിക്കാതെ വെറുതെ ഒന്ന് നോക്കി നിൽക്കുക. ആ 3 മിനിറ്റ് നിങ്ങളെ വർത്തമാനകാലത്തിന്റെ സുന്ദരമായ മടിത്തട്ടിലേക്ക് തിരികെ എത്തിക്കും. അവിടെയാണ് ഏകാഗ്രത ജനിക്കുന്നത്. എന്തിനോടൊക്കെയോ വേണ്ടി പരക്കം പായുന്ന നിങ്ങളുടെ മനസ്സ് പതുക്കെ പതുക്കെ ശാന്തതയുടെ മന്ത്രം പഠിക്കും. നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇത്രയേറെ വിങ്ങുന്നത്. ശാന്തി എന്നത് എവിടെയോ ദൂരെയുള്ള ഒന്നല്ല, അത് നിങ്ങളുടെ ഏകാഗ്രതയുടെ ആഴമാണ്. ശ്വാസവുമായി നിങ്ങൾ ചങ്ങാത്തത്തിലാകുമ്പോൾ, ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിന്റെ പരാതികളും പരിഭവങ്ങളും കുറയ്ക്കും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് നിങ്ങളെത്തന്നെ സ്നേഹിക്കാനുള്ള ഒരു ചെറിയ അഭ്യാസമാണ്. പതുക്കെ പതുക്കെ ഈ ശാന്തത നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും.